മന്ത് ഓഫ് പ്രെയറിൻ്റെ 24-ാം ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 23 ദിവസക്കാലം പ്രാർത്ഥനയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് നൽകിയ വചനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ ദൈവം നമ്മളോട് പലതവണയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത് ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ദൈവം എന്നോട് വ്യക്തിപരമായി ഇടപെട്ട ഒരു വാക്യമാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് എഴുത്താണിരിക്കുക. അതിൻ്റെ ആ ലാസ്റ്റ് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവസന്നിധിയിൽ താണിരിക്കുക, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒന്ന് ഉറപ്പിക്കുവാൻ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കില്ലാതെ മറ്റെന്തെല്ലാം നമ്മൾ ചെയ്താലും, ഇനിയും 2 മണിക്കൂർ നമ്മൾ പ്രസംഗിച്ചാലും 1 മണിക്കൂർ പ്രസംഗിച്ചാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരു പെർഫോമൻസ് അവിടെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറമായി പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ദൈവവചനം പങ്കിടുന്നെങ്കിൽ, പ്രാർത്ഥനയുള്ളൊരു ജീവിതമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങളിലൂടെ ദൈവം ഭയങ്കര അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ 32-ാം വാക്യം ഒന്ന് ജസ്റ്റ് വായിക്കുകയാണ്. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഹസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവിടെ ഒരു അധ്യായത്തിൽ നമുക്കറിയാം ഒത്തിരി അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഭൂതം വായിച്ചവരൊക്കെ ദൈവത്തിൻ്റെ അടുത്തിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഈ ശുശ്രൂഷയെല്ലാം താൻ ചെയ്ത ശേഷമായിട്ട് അവിടെ നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. 35-ാമത്തെ വാക്യം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് ചിന്തിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇവിടെ എന്താണെന്നറിയാമോ? 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതുകാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രയർ, ആ പ്രാർത്ഥനയുടെ ഫലമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം നമ്മൾ ഫില്ല് ചെയ്യും. ഒരുപക്ഷെ വാട്ടർ ടാങ്കിൽ വെള്ളം ഇല്ലാതെ നമ്മൾ ടാപ്പ് തുറന്നിട്ട് യാതൊരു കാര്യമില്ല, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഏത് സമയത്താണ് വാട്ടർ ടാങ്കിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നത്, അന്നേരം മാത്രമേ അത് ഉപയോഗപ്രദമാകുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴാണ് പ്രാർത്ഥന ജീവിതം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, ആ സമയത്താണ് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ആ സമയത്താണ് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ഉപയോഗമുള്ള ആളുകളായി മാറുന്നത്. അല്ലാത്തതെല്ലാം ഒരു പെർഫോമൻസ് ആയിട്ട് മാറും. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് അതിൻ്റെ മുകളിലത്തെ വാക്യത്തിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്: നാനാ വ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കി. അതിനുശേഷം ശുശ്രൂഷയ്ക്ക് ശേഷമായി താൻ ചെയ്തത് എന്താണ്? ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രാർത്ഥനയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രാർത്ഥനയാണ് ദൈവം നമുക്ക് ഗൈഡൻസ് നൽകുന്നത്. പ്രാർത്ഥനയാണ് ദൈവം നമുക്ക് ആലോചന നൽകുന്നത്. പ്രാർത്ഥനയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പ്രാർത്ഥനയിലാണ് നമ്മൾ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരുപക്ഷെ 1% പോലും ഒരു കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷയില്ലെങ്കിലും, ഇനി ഒരത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഒരിക്കൽ പോലും. അതുകൊണ്ട് പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ രോഗങ്ങൾ മാറ്റിയത് കൊണ്ടല്ല, അതിനപ്പുറമായി എനിക്കായി മരിച്ചതുകൊണ്ട്, എന്നെ ആ കർത്താവ് ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനോട് നിൽക്കും. ആ കർത്താവിനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ആ കർത്താവിനോട് നമ്മൾ നിരന്തരമായി സംസാരിക്കണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ 3, 4, 5 പേർ ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പരം നമ്മൾ സംസാരിക്കാതിരിക്കുവാണെങ്കിൽ, ഒരു ദിവസം നിങ്ങളൊന്ന് പരസ്പരം സംസാരിക്കാതിരുന്നു നോക്കിക്കേ. ഇനി ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ദിവസം സംസാരിക്കാതിരിക്കുമ്പോൾ അവിടെ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. ആ വീടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കറക്റ്റ് ഋതത്തിൽ പോകാൻ കഴിയത്തില്ല. താളം തെറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ഇനി പിള്ളേരും നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമുക്കൊന്ന് ഒരു ദിവസം സംസാരിക്കാതിരുന്ന് നോക്കിക്കേ, നമ്മുടെ ജീവിതം മുഴുവനായി താളം തെറ്റും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സംസാരം, കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ, ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടുത്തെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കാതിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ താളം തെറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഇന്നും നിലനിർത്തിയിരിക്കുന്ന കർത്താവിനോട്, ദൈവത്തോട് നമ്മൾ എന്നും സംസാരിക്കണം. സംസാരിക്കുമ്പോഴാണ് ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ആയിത്തീരണം, അതിനപ്പുറമായി ആ ദൈവവുമായിട്ടുള്ള ബന്ധം. എന്നിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മാതാവ്, ഒരു പിതാവ്, കുഞ്ഞുങ്ങൾ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ 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 ഉറക്കുകയാണ്, കൂടുതൽ അടുക്കുകയാണ്, കൂടുതൽ സ്നേഹം കൂടുകയാണ്. പക്ഷെ സംസാരിക്കാതിരിക്കുമ്പോഴോ ഇതുപോലെ തന്നെയാണ്. ദൈവവുമായി നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അകന്നു മാറുകയാണ്. ആ ദൈവ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതിൻ്റെ തുടർന്നുള്ള താഴോട്ടുള്ള വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 38-ാം വാക്യം, അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകുക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായി ഇരുട്ടുള്ള സമയത്ത് എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവദാസന്മാർ, ഒരു പക്ഷേ മിനിസ്റ്റർ ചെയ്യുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ കഴിഞ്ഞ 23 ദിവസം എക്സൽ ടീം പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്തെ വേർതിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം തലമുറകളുടെ മധ്യത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമെങ്കിൽ നിരന്തരമായി ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നിരന്തരമായ ഒരു സംസാരം, നിരന്തരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്ക് വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പ്രാർത്ഥന വളരട്ടെ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇനി നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ മാസത്തെക്കുറിച്ച് പറഞ്ഞതിനപ്പുറമായി നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. യേശു നമുക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന മാതൃക വളരെ വ്യക്തമാണ് ഈ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. താൻ ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഭൂതം ബാധിച്ചവരെ അവിടുന്ന് അവരെ സൗഖ്യമാക്കി, രോഗികളെ ദൈവം സൗഖ്യമാക്കി, വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അതിനപ്പുറമായി ആ ശുശ്രൂഷയ്ക്ക് ശേഷമായി ഒത്തിരി ക്ഷീണിതനായിരിക്കാം, പക്ഷേ വീണ്ടും പോയി പ്രാർത്ഥിക്കുകയാണ്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. നമുക്കിത് സാധിക്കുന്നുണ്ടോ? ഇത് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ കൂടെ വൻ കാര്യങ്ങളെ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം. വലിയൊരു കൊയ്ത്ത് നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ഹാർവസ്റ്റിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ ഒരു കൊയ്ത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് വേണ്ടതെന്നറിയാമോ? പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരും കാണുന്നില്ല. ഒരു മുറിക്കകത്തായിരിക്കാം, യാത്രയിലായിരിക്കാം, വാഹനം ഓടിക്കുമ്പോഴാകാം. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നത്. ദൈവത്തോടുള്ള കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. മിനിസ്ട്രിയിലെ വളർച്ച പ്രാർത്ഥനയിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. വലിയൊരു കൊയ്ത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.